നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാർത്ത അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തുവാണല്ലോ. അപ്പോൾ എന്തായിരിക്കാം BJP പ്രവർത്തകരും എല്ലാം വളരെ ആകാംക്ഷയോടെ അത് നോക്കിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു ദിവസത്തെ സന്ദർശനമാണെങ്കിൽ കൂടി അത് കേരളത്തിലെ BJPക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനങ്ങൾ, കാരണം തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPക്ക് ഏത് തരത്തിലാണ് ഇപ്പോൾ അമിത്ഷായുടെ ഈ ഒരു സന്ദർശനം ഗുണം ചെയ്യുക എന്ന്? തീർച്ചയായിട്ടും അമിത്ഷാ ഒരുപാട് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി ആവുന്നതിന് മുമ്പും ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷവും. പക്ഷേ ഈ തവണത്തെ വരവിൽ ചില പ്രത്യേകതകളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു. അതിനുശേഷം ഒരു വലിയ ടീം വർക്ക് ഇവിടെ നടക്കുന്നു. എല്ലാ ജില്ലകളിലും പ്രോപ്പറായി ഒരു സർവേ നടക്കുന്നു. ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം കൃത്യമായി ചില പുനഃസംഘടനാ രീതികളുണ്ടാകുന്നു. അദ്ദേഹം ഈ ജില്ലകളിലൂടെ BJPയുടെ ജില്ല എന്ന് പറയുന്നത് ഇപ്പം ഒരു ജില്ലയിൽ തന്നെ ഇപ്പോൾ കോഴിക്കോട്, എറണാകുളം പോലത്തെ പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ 14 ജില്ല എന്നത് എനിക്ക് തോന്നുന്നു 14 എന്നത് ഇപ്പോൾ ഏകദേശം ഒരു 36ഓളം 32ഓ അങ്ങനെ ജില്ലകളുണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെയൊക്കെ ജില്ലാ അധ്യക്ഷന്മാരായി വിഭജിച്ചിട്ടുണ്ട്. കാരണം കോഴിക്കോട് ജില്ല മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഇപ്പോൾ VK സജീവൻ ജില്ലാ അധ്യക്ഷനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ കോഴിക്കോട് ടൗൺ മുതൽ അങ്ങ് വടകര ഭാഗം വരെയുള്ള സ്ഥലത്തേക്ക് ഓടിയെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരുന്നു. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് വലിയൊരു സംഘടനാ സംവിധാനം ഇല്ല എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. അവിടെ 2 ജില്ലകളായിട്ട് ഇതിനെ വിഭജിച്ചതോടുകൂടി ഈ ജില്ലാ അധ്യക്ഷൻ മുതൽ താഴോട്ടുള്ള എല്ലാ ഘടകങ്ങളും മാറുകയാണ്. അപ്പോൾ അവിടെ കൂടുതൽ പ്രവർത്തിക്കാനും കൂടുതൽ ആളുകൾക്ക് സ്ഥാനങ്ങൾ കിട്ടാനും ഒക്കെയുള്ള ഒരു മാർഗമായി ഇത് മാറുകയും കൂടുതൽ ഡെപ്തിൽ പ്രവർത്തിക്കാൻ കഴിയും, ഡെവലപ്പാക്കി BJPയെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് അവിടെ വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ അവിടെ നേതൃത്വം കണ്ടത്. അതൊരു പരിധി വരെ അത് വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ഒരു അലയൊലികൾ എല്ലാ വാർഡ് അടിസ്ഥാനത്തിലും കാണാറുണ്ട്. ഇപ്പോൾ അമിത്ഷാ വരുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അദ്ദേഹം ഇവിടെ എന്താ നടപ്പിലാക്കിയത്, ഇതാരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹം കൃത്യമായി നമുക്കറിയാം, അദ്ദേഹം ഒരു ബിസിനസ് മാനാണ്, ഒരു സ്ട്രാറ്റജിസ്റ്റാണ്, ഓണ്ടർപ്രണറാണ് എന്നൊക്കെ പറയുമ്പോഴേ ഈ അദ്ദേഹത്തിന് കൃത്യമായ ചില പ്ലാനുകളുണ്ട്. വന്നാൽ അവിടെ ലാഭമുണ്ടാക്കി മാത്രമേ പോകാവൂ എന്നൊരു കോർപ്പറേറ്റ് ബുദ്ധിയുടെ താല്പര്യം അദ്ദേഹത്തിനുണ്ട്. കോർപ്പറേറ്റ് ബുദ്ധി എന്തോ മോശമാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അല്ല, വിജയിച്ച ആളുകളെല്ലാം തന്നെ കോർപ്പറേറ്റ് ബുദ്ധിയോടെ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു ചെറുകിട വ്യവസായി ആയിക്കോട്ടെ, ഒരു വൻകിട വ്യവസായി ആയിക്കോട്ടെ, കോർപ്പറേറ്റ് ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ കരകയറി പോകാൻ പറ്റൂ. ഇപ്പോൾ ഏതൊരു മേഖലയും ഒരു തട്ടുകട നടത്തുന്ന ആളായാൽ പോലും കോർപ്പറേറ്റ് ബുദ്ധി പ്രവർത്തിച്ചാൽ മാത്രമാണ് നല്ല മികച്ച രീതിയിൽ എന്താകാൻ കഴിയുള്ളൂ, ഒരു ബിസിനസ് മാൻ ആയിട്ട് മാറാൻ കഴിയുള്ളൂ. അതാണ് കോർപ്പറേറ്റ് ബുദ്ധി എന്ന് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമ്മൾ കണ്ടതാണ് BJPയുടെ വോട്ട് വീതം കൂടിയതും തിരുവനന്തപുരത്ത് വളരെ കുറഞ്ഞ വോട്ടാണ് പരാജയപ്പെട്ടത്. അടുത്ത തവണ തിരുവനന്തപുരം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം പല കമ്പനികൾക്ക്, ഞാൻ മനസ്സിലാക്കുന്നതിന് പല കമ്പനികൾക്ക് ഇവിടെ ഈ കേരളത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി ചില പഠന റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ വേണ്ടി കരാറുകൾ കൊടുത്തിരുന്നു. അവരെല്ലാം വ്യത്യസ്ത കമ്പനികൾ വ്യത്യസ്തമായ രീതിയിൽ കേരളത്തെപ്പറ്റി പഠിച്ച്, ജില്ലകളെപ്പറ്റി പഠിച്ച്, BJPയുടെ പ്രവർത്തനത്തെപ്പറ്റി പഠിച്ച്, ഏതൊക്കെ തരം ആളുകളാണ് എന്ന് പഠിച്ച് ഈ കേരളത്തിനകത്ത് വിവിധ ജില്ലകളിൽ വിവിധ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ വേണ്ടി പോകുന്ന മണ്ഡലങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 15 മണ്ഡലങ്ങൾ, അക്യുറേറ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 15 മണ്ഡലങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്തിട്ടുണ്ട്. ആ മണ്ഡലങ്ങളിൽ നിൽക്കേണ്ട സ്ഥാനാർത്ഥികളെക്കുറിച്ചും കൃത്യമായ വിവരം അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മളൊരു 4 സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇതാ എന്ന് പറഞ്ഞല്ല കൊടുത്തത്. ആദ്യം തന്നെ പ്രധാനപ്പെട്ട 4 സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നു, അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. അന്തിമമായ ഒരു പേര് രാജീവ് ചന്ദ്രശേഖറിന് ഇവരെല്ലാം കൂടെ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ വളരെ വലിയ മാറ്റമാണ്. മാത്രമല്ല, അമിത്ഷാ ഇന്ന് രാത്രി 10 മണിയോടുകൂടി തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ വണ്ടി ഇറങ്ങിയതിന് ശേഷം ഹോട്ടലുകളിൽ ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രഹസ്യാത്മകമായ ചില കൂടിക്കാഴ്ചകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പല ആളുകളെയും അദ്ദേഹം കാണുന്നുണ്ട്. കേരളത്തിലെ വോട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹികമായ പരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ചില ആളുകളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്ന് നമുക്ക് ചില വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ, ചില LDFിലെ ഘടകകക്ഷികൾ, UDFിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി, ഇവരൊക്കെ അമിത്ഷായെ കാണാൻ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നു എന്നുള്ളതും വലിയ നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ്. അതിൻ്റെ എഫക്റ്റ് ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോഴേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എങ്കിലും വളരെ പ്രധാനപ്പെട്ട 1-2 ഘടകകക്ഷികൾ BJPയുമായി ബന്ധപ്പെട്ട് NDAയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിൽ കിട്ടുന്നുണ്ട്. ഒപ്പം
വാർഡ് തലത്തിൽ, അതായത് ബി ജെ പിയുടെ വാർഡ് സംഗമമാണ് നാളെ നടക്കാൻ പോകുന്നത്. ഏകദേശം 5.5 ലക്ഷം പ്രവർത്തകരെ വെച്ചുകൊണ്ടാണ് വാർഡ് നേതൃസംഗമങ്ങൾ നാളെ നടക്കുന്നത്. അത് വാർഡിലല്ല, അതായത് വെർച്വലായിട്ടാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് അമിത്ഷയാണ്. ഒരേ സമയം കേരളത്തിലെ എല്ലാ ബി ജെ പിയുടെ വാർഡുകളും വെർച്വലായിട്ട് ഈ യോഗം അറ്റൻഡ് ചെയ്യുകയാണ്. ഒരു വീട്ടുമുറ്റത്ത് കൂട്ടായ്മയായി രൂപപ്പെടുന്നു, അവിടെ വലിയ സ്ക്രീൻ ഉണ്ടാക്കുന്നു. ആ സ്ക്രീനിലൂടെ വെർച്വൽ സ്ക്രീനിങ് നടത്തി ഈ കേരളത്തിലെ എല്ലാ വാർഡുകളും ഒരേ സമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഇവരോട് സംസാരിക്കുന്നു. അത് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഹിന്ദി ഭാഷ മൊഴിമാറ്റം ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാനാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്ലാനാണ്. ഇതൊന്നും വെറുതെ വന്ന് കയറിയ പ്ലാനല്ല. ഇതുവരെ നമുക്ക് ബി ജെ പിയിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു പ്ലാനല്ല. ഇതുവരെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു? അതായത് അടുത്തിട്ട് വരെ കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതായിരുന്നു. ഇത്തവണ അത് മാറി, നേരെ വാർഡിലേക്ക് എത്തുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതാ നേരെ വാർഡിലേക്ക് എത്തുന്നു ബി ജെ പിയുടെ. നമ്മൾ നോക്കണം, നമ്മൾ മനസ്സിലാക്കണം എത്രമാത്രമാണ് ബി ജെ പിയുടെ ആ സ്ട്രാറ്റജി മാറിയത്, ബി ജെ പി എങ്ങനെയാണ് മാറി ചിന്തിക്കുന്നത് എന്നുള്ളത്. അതെ, ജനകീയമായി അതല്ലേ വേണ്ടത്. നമ്മൾ ഈ പറയുന്ന മുകളിൽ നിന്ന് ഒരു ഉത്തരവിട്ട് അത് താഴെ ഘടകങ്ങളിൽ നേതാക്കന്മാരിൽ മാത്രം ഒതുങ്ങി ആയിരുന്നു ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇത് ഇനി മാറാൻ പോവുകയാണ്. ചരിത്രം മാറി ചിന്തിക്കാൻ പോകുന്നു. അതാണ് ഒരു യഥാർത്ഥ സ്ട്രാറ്റജിസ്റ്റ് നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. അതായത് താഴെ തട്ടിലുള്ള പ്രവർത്തകരെ കൂടി മുൻനിരയിൽ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് കേരള ബി ജെ പി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അതോടൊപ്പം കേരളത്തിലെ ബി ജെ പിയുടെ ഭാരവാഹി പട്ടിക ഇന്നും നാളെയായിട്ട് പുറത്തിറങ്ങാൻ പോവുകയാണ്. അതിൽ അമിത്ഷാ അവരെ കാണും, അവരോട് സംസാരിക്കും. കൃത്യമായ ചില അഭിപ്രായങ്ങൾ അദ്ദേഹം പറയും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കേന്ദ്രം ആദ്യം തന്നെ ഈ ഭാരവാഹി പട്ടിക ആവശ്യപ്പെട്ടിരുന്നു. അതിൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വം വളരെ കൃത്യമായി പഠിച്ചുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആരൊക്കെ വരണം എന്ന് തീരുമാനിച്ചത്. ജനറൽ സെക്രട്ടറി സ്ഥാനം, 5 പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആളുകളെ കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേരുണ്ട്. ഈ പറയുന്ന പോലെ ഒരുപക്ഷെ ഷോൺ ജോർജ് അല്ലെങ്കിൽ അനൂപ് ആന്റണി, ഈ രണ്ടിൽ ഒരാൾ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയേക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എസ് സുരേഷിൻ്റെ പേരും MT രമേശിൻ്റെ പേരും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ തൃശ്ശൂരിൽ ബി ജെ പിയെ വിജയിപ്പിച്ച വിജയശില്പി എന്ന് നമുക്ക് പറയാവുന്ന KK അനീഷ് കുമാറാണ് ബി ജെ പിയെ സുരേഷ് ഗോപി എത്രത്തോളം ഓടിയോ അതിൻ്റെ 10 ഇരട്ടി ഓടി ഫണ്ട് സംഘടിപ്പിച്ച്, അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ടും കൂടി ഒരു അനിവാര്യമായ ഘടകമാണ്. നമ്മൾ കേന്ദ്രം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അവിടെ താഴെ തട്ടിലേക്ക് അതെത്താനുള്ള താമസമൊക്കെ നമ്മൾ കാണണം. അതൊക്കെ മേക്കപ്പ് ചെയ്ത് ഒരു കാറും എടുത്ത് KK അനീഷ് കുമാർ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലയിലായിരുന്നില്ല, ഒരു വാർഡ് പ്രസിഡന്റ് എന്ന നിലയിലായിരുന്നു അവിടെ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചടുലതയുണ്ട്. അദ്ദേഹം പ്രവർത്തിച്ച ആലത്തൂർ മണ്ഡലത്തിലും വോട്ട് ക്രമാതീതമായി വർദ്ധിച്ചു. അതാണ് അനീഷ് കുമാറിൻ്റെ ഒരു കഴിവ്. അപ്പം പ്രവർത്തിക്കാൻ, നയിക്കാൻ ആത്മാർത്ഥമായ നേതാക്കന്മാരുണ്ടെങ്കിൽ അത് ഗുണമാകുമെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ആ പ്രവർത്തിച്ച നേതാക്കന്മാരെ വെറുതെ വിടില്ല. അത് വെറുതെ വിടില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ ഒന്നും കൊടുക്കാതെ അവർ ആ സ്ഥാനമാനങ്ങൾ കൊടുത്തു തന്നെ പോകും. അവർക്ക് വേണ്ട, അവരെ പരിഗണിക്കേണ്ടതുപോലെ ബി ജെ പി പരിഗണിക്കുമെന്നുള്ളതിൻ്റെ സൂചനയായിട്ട് KK അനീഷ് കുമാറിനെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ബാക്കിയുള്ള ജനറൽ സെക്രട്ടറിമാർ ആരൊക്കെ എന്നോ, ശോഭാ സുരേന്ദ്രൻ എന്തായാലും ജനറൽ സെക്രട്ടറി ആവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു ഉറപ്പ് കിട്ടുന്നുണ്ട്. ഇനി അമിത്ഷാ ഇവിടെ വരുന്ന സമയത്ത് അമിത്ഷാ എന്തൊക്കെയാണ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്? അടുത്ത തദ്ദേശ സ്വയംഭരണ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അടുത്ത ഇലക്ഷനോടനുബന്ധിച്ച് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ, അതുപോലെ തന്നെ തൃശ്ശൂർ നഗരസഭ, ഈ തൃശ്ശൂർ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും പിടിക്കാൻ അത് ലക്ഷ്യമല്ല, അത് അന്തിമമായ തീരുമാനമാണ്. ഇത് പിടിച്ചേ ഒക്കുള്ളൂ എന്ന തീരുമാനത്തിലാണ് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി, ആ ചില കൂടിയാലോചനകൾ കൂടി ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗങ്ങളിൽ, ഇന്നും നാളെയുമായി നടക്കുന്ന യോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. പാലക്കാട് നഗരസഭ നിലനിർത്താനും ഒപ്പം പാലക്കാട് ഉൾപ്പെടെയുള്ള കൂടുതൽ നഗരസഭകളും കൂടുതൽ പഞ്ചായത്തുകളും നമ്മൾ പറയുന്ന പോലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണം പിടിക്കാനുമുള്ള സാധ്യതകളെ പറ്റിയാണ് ബി ജെ പി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആലപ്പുഴയുടെ നമ്മുടെ ഗൗരിയമ്മയുടെ മണ്ഡലമുണ്ട്. മണ്ഡലത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ആ മണ്ഡലം ഉൾപ്പെടെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതലായി നിന്ന ആ മണ്ഡലം ഉൾപ്പെടെ ഇന്ന് ബി ജെ പിക്കാണ് കൂടുതൽ വോട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. തൃശ്ശൂർ, മണലൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ, അതുപോലെ തന്നെ തൃശ്ശൂരിലെ ഏകദേശം 11 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളിലും ബി ജെ പിയാണ് മുന്നിൽ നിൽക്കുന്നത്. അവിടെ ഒരു 5 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയും നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്നാണ് കൃത്യമായ വിവരമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂരിനെ ഒരു ഫലപ്രദമായ മണ്ണാക്കി ആര് മാറ്റിയിട്ടുണ്ട്? അനീഷ് കുമാർ മാറ്റിയിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടി ക്രിയാത്മകമായി ഉപയോഗിക്കുക എന്ന ഒരു രീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ നീങ്ങുന്നു. ഇത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും അടുത്ത തദ്ദേശ ഇലക്ഷനിലും റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ
സംസ്ഥാന നേതൃത്വത്തിനും പുതിയ ജനറൽ സെക്രട്ടറിമാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന യുവമോർച്ചയ്ക്ക് പുതിയ ഭാരവാഹി ഉണ്ടാകാൻ പോകുന്നു. ഈ എന്താണ് സോഷ്യൽ മീഡിയ ചാർജ് ഓൾറെഡി തന്നെ അതിൻ്റെ ചാർജ് പിന്നെ അഭിജിത്ത് നായർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീഡിയ ചാർജ് സന്ദീപ്, അദ്ദേഹം ജന്മഭൂമിയുടെ എഡിറ്ററായിരുന്നു, അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. പ്രഭാരിയായി മീഡിയ പ്രഭാരിയായിട്ട് അനൂപ് ആൻ്റണി ഓൾറെഡി അദ്ദേഹത്തെ നിയോഗിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാം കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി ഷോൺ ജോർജ് ക്രിസ്ത്യൻ മേഖലയിൽ നിന്നൊരു നേതാവ് ഇപ്പോൾ കോൺഗ്രസിലും അതുപോലെ തന്നെ CPM-ലും കുറഞ്ഞു വരികയാണ്. ആ സ്ഥാനത്താണ് PC ജോർജും ഷോൺ ജോർജും ഒരു ശക്തരായ നേതാക്കന്മാരായി BJP-ക്കൊപ്പം നിൽക്കുന്നത്. ക്രൈസ്തവ സഭയുടെ വലിയ പിന്തുണയും ഇതിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ സംഖ്യ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു അതിൽ നിന്ന് മാറി സംഖ്യയായാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ആൾക്കാർക്ക് ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് BJP വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. വലിയ മാറ്റം. അതായത് ഒരു കാലഘട്ടത്തിൽ BJP ആണോ സംഖ്യയാണോ എന്ന് ചോദിച്ചാൽ എന്തോ ഒരു നാണക്കേട് പോലെ വിചാരിച്ചിരുന്നതിൽ നിന്ന് ആ പൊതുബോധത്തെ മാറ്റി അതെ ഞാൻ BJP ആണ്, എന്താണ് പ്രശ്നം, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് BJP, പ്രധാനമന്ത്രിയേക്കാൾ വലുതല്ലല്ലോ നീയൊന്നും എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ഈ കേരളത്തിലെ കൊച്ചു മൂലയിൽ മാത്രം ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പൊട്ടക്കെട്ടിലെ തവളകളാണ് നിങ്ങളെന്ന് മുഖത്ത് നോക്കി ഈ സഖാക്കളുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ആളുകളായി BJP-ക്കാർ മാറിയിരിക്കുന്നു. അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും വലിയ മാറ്റങ്ങൾ അമിത്ഷായുടെ ഈ വരവോടുകൂടി ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ ചില നിർണായകമായ ചില പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ചില കേസുകളുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തന്നെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.